ഹലോ, ഗുഡ് ഈവനിങ് വ്യൂവേഴ്സ്. ഞാൻ എൻ്റെ ടു വീലർ സർവീസിങ്ങിന് കൊടുത്തേക്കുമായിരുന്നു. അപ്പോൾ അത് വാങ്ങിക്കാൻ പോവാണ്. എൻ്റെ കയ്യിൽ ഈ ഒരു പേഴ്സും കൂടി വെച്ചിട്ട് ഞാനിങ്ങനെ നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. ഇങ്ങനെ നടന്ന് പോവാണ്. എൻ്റെ വീടിൻ്റെ അടുത്ത് വേണ്ട, ഞങ്ങൾ സ്വന്തമായിട്ടൊരു കള്ള് ഷാപ്പുണ്ട്. എൻ്റെ സ്വന്തമല്ല, ഞങ്ങൾ വീടിൻ്റെ അടുത്തൊരു കള്ള് ഷാപ്പുണ്ട്. പിന്നെ കുറച്ച് നടന്നു പോകുമ്പോൾ ഞാൻ ചൂണ്ടിക്കാണിക്കുന്ന എൻ്റെ ഇളയ മോള് പോകുന്ന ഡേ കെയറാണ്. രാവിലെ കൊണ്ടാക്കി വൈകിട്ടാണ് എടുക്കുന്നത്. ഇങ്ങനെ നടന്ന് പോവുകയാണ്. കുറച്ച് പോകാനുണ്ട്, ഒരു 5-10 മിനിറ്റത്തെ വാക്കിംഗ് ഡിസ്റ്റൻസേ ഉള്ളൂ. അപ്പോൾ വല്ലപ്പോഴൊക്കെ ഇങ്ങനെ നടക്കാറൊക്കെ ഉള്ളൂ ഞാൻ നടന്നു പോകുമ്പോഴാണ് ഇങ്ങനെ ഒരു പാലാഴി ഹെൽത്ത് കെയർ എന്നൊക്കെ പറഞ്ഞൊരു സ്ഥലം എൻ്റെ വീടിൻ്റെ അടുത്തുണ്ടെന്ന് ഞാൻ അറിയുന്നത്. ഈ ഇടക്കണതൊക്കെ ഞാൻ അറിയണം കേട്ടോ. വണ്ടി ഓടിക്കുമ്പോൾ നമ്മളങ്ങനെ ഒന്നും ശ്രദ്ധിക്കാറില്ലല്ലോ എന്തൊക്കെയാണ് ഉള്ള അടുത്തുനിന്ന്. ഇപ്പോൾ ഒരാളുടെ പുറകെ ഇരുന്ന് പോകണമെങ്കിൽ ശ്രദ്ധിച്ചാൽ, വണ്ടി ഓടിക്കുമ്പോൾ അങ്ങനെ ശ്രദ്ധിക്കാറില്ല. ഇത് കണ്ടോ, എനിക്കറിയില്ല ഈ അപ്പാപ്പന്മാരൊക്കെ എപ്പോഴും ഇവിടെ വന്ന് എന്തിനായിരിക്കണേ. ഞാൻ രാവിലെ പോകുമ്പോഴും കാണാറുണ്ട്, വൈകിട്ട് തിരിച്ചു വരുമ്പോഴും കണ്ട ഇങ്ങനെ ഇരിക്കണ കാണാറുണ്ട്. അവരവരുടെ ആ ഒരു ടൈമൊക്കെ എൻജോയ് ചെയ്യണമായിരിക്കും. ഈ ഞങ്ങൾ തൃപ്പൂണിത്തുറയിലെ ഒരു ഭയങ്കര വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചാലേ, എല്ലാം മുക്കിലും മൂലയിലും ഇങ്ങനെ ടെമ്പിൾസ് ഉണ്ട് കേട്ടോ, അമ്പലങ്ങളുണ്ട്. അതെൻ്റെ വീടിൻ്റെ അടുത്ത് കഴിക്കുന്ന ഒരു അമ്പലമാണ്. ഇങ്ങനെ ഒത്തിരി അമ്പലങ്ങളുണ്ട്. ഈ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടോ, ഇത് നമ്മൾ അമ്മമാർക്ക് എല്ലാവർക്കും അനുഭവമുള്ളൊരു സംഭവമാണ്. അതായത് ഈ ഞായറാഴ്ച രാത്രി സമയത്ത് രാത്രി 10 മണിയാകുമ്പോൾ മോള് പറയണമായിരിക്കും, അയ്യോ അമ്മ സ്കൂളിൽ നിന്ന് ഇങ്ങനെ ഒരു സാധനം പറഞ്ഞിരുന്നു മൺഡേ കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ ഞാൻ ഓടി വന്ന് മേടിക്കുന്ന കടയാണത്. ആ കട ഒരു 10-10:30 ആകുമ്പോൾ അടക്കാറുള്ളവർ എപ്പോഴാണെങ്കിലും. കണ്ട ഞങ്ങളുടെ അവിടെ വന്നൊക്കെ പുരോഗമനമാണ്. മെട്രോ വന്നപ്പോഴത്തേക്കും കണ്ട കുറേ ബ്രാൻഡഡ് ഇന്നോവേഴ്സിൻ്റെ ഷോപ്പുണ്ട്, ട്വിൻ ബേർഡിൻ്റെ ഷോപ്പുണ്ട്. ഇത് കണ്ട മെക്ഡോണൽഡ്സ് ഉണ്ട്. കുറേ അത്യാവശ്യം നല്ല കടകളൊക്കെ ഞങ്ങൾ വീടിൻ്റെ അടുത്ത് തന്നെയുണ്ട്. എൻ്റെ ബാസ്കിൻ റോബിൻസ്, സോസി വോക്ക്. ഇവിടെയൊന്നും ഒരു തവണ ഞാൻ മൊമോസ് കഴിച്ചിട്ടുണ്ട്, കുഴപ്പമില്ലായിരുന്നു. അതൊരു ദിവസം ഞാൻ വീഡിയോ എടുത്ത് കാണിക്കാവേ. കണ്ട വി സ്റ്റാറുണ്ട്, ബ്ലോസം ഉണ്ട്, ഒത്തിരി നല്ല ബ്രാൻഡുകളുണ്ട്. കണ്ട ഇതൊരു റാൻഡം ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഞാൻ പോയപ്പോൾ കണ്ടൊരു സ്ഥലമാണ്. അത് ആ അറ്റത്തൊരു പുഴ പോലെയാണ്. ഇതുവരെ ഞാൻ അത് ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ, ഇന്നാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ഇതുണ്ട് KFC ഉണ്ട്. അങ്ങനെ കുറച്ച് പോകുമ്പോഴത്തേക്കും വേറൊരു സ്ഥലം കാണിച്ചരാവേ. ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ഡാൻസ് സ്റ്റുഡിയോ ആണ് ഈ കാണുന്നത്. ബാങ്ക് ഓഫ് ബറോഡയുടെ ATM എന്ന് പറഞ്ഞാൽ കണ്ടോ, അതിൻ്റെ മേളിലായിട്ട് മുദ്ര ഡാൻസ് സ്റ്റുഡിയോ. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഡാൻസ് സ്റ്റുഡിയോ കേട്ടോ. ഇവിടെ സാറെന്നെ കണ്ട എന്നെ ഓടിച്ചിട്ട് തല്ലും. കാരണം ഞാൻ ആകെ 2 മാസം എനിക്ക് പോകാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് എനിക്ക് പോകാൻ പറ്റിയില്ല. കുറേ പേഴ്സണലായിട്ടുള്ളൊരു ടൈം പ്രോബ്ലംസൊക്കെ വന്നപ്പോൾ എനിക്ക് പോകാൻ പറ്റിയില്ല. പിന്നെ ഈ കാണുന്നതാണ് മമ്മീസ് ഉടുപ്പി റെസ്റ്റോറൻറ്റ്. ഞങ്ങളെപ്പോഴും പൂർണ്ണത്രേശി അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ടാണ് ഞങ്ങൾ ഫാമിലി എല്ലാവരും വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. എത്തി ഇവിടെയാണ് എൻ്റെ വണ്ടി ഞാൻ സർവീസിങ്ങിന് കൊടുത്തിരിക്കുന്നത്. വരുന്നു എൻ്റെ വണ്ടി കുട്ടപ്പനായിട്ട് അതിനെ ശരിയാക്കി കുളിപ്പിച്ചു. ഇതാണ് എൻ്റെ ഇളയ മോള്. ഇതാണ് ഞങ്ങൾ ചക്കര കൊച്ച് കാമ്യ എന്നാണ് പേര്. ഇവളെ പിക്ക് ചെയ്യാനാണ് ഞാൻ അത് കഴിഞ്ഞിട്ട് വന്നത്. ഇവളെ പിക്ക് ചെയ്ത് പോസ് ചെയ്യാൻ നോക്കിയായിട്ട് വീഴാൻ പോയതാണ്. ഇതാണ് എൻ്റെ കാമ്യ കൊച്ച്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ബൈ.